ജയിക്കുന്ന പ്രിയൻചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? 100%. പ്രിയൻചേട്ടൻ എന്റെ മേലെ കാണിക്കുന്ന ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്തായാലും ജയിക്കും. ചേരാൻ ഞാൻ അലയുന്ന മേഘം നീ വഴിയേ കരയഴാ കടലു നീ സുഖമെഴും മുറിവു നീ ചിതറിടാ ഇതളെഴും അനുരാഗനിലാപ്പൂവേ ഹൃദയമധുര ചഷകം ഓരോ നിമിഷം അതിലും നിറയാൻ നീ എന്നിൽ വീണ്ടും വീണ്ടും പൊഴിയേ ഓരോരോ നിലവിലും വന്നു അനുദിനം മായാതെ എന്നെ തേടി. പാർവതിയെ നില ഉറപ്പിക്കാൻ സമ്മതിക്കരുത്. ഉടനെ തന്നെ അവളെ സമ്മർദ്ദത്തിലാക്കണം. അത് ഞാൻ ഏറ്റു മാഡം. ഇവനെന്താ ഇവിടെ ചെയ്യുന്നത്? പാർവതി ഓക്കെ അല്ലേ? മത്സരിക്കാൻ തയ്യാറാണോ? മത്സരിക്കാൻ മാത്രമല്ല, ജയിക്കാനും റെഡിയാണ് സർ. മോഹൻ, എനിക്കിവിടെ ഇരിക്കുന്ന ഒരു കസേര കിട്ടുക. അതിനെന്താ സാർ, ഇപ്പൊ കൊണ്ടുവരാം. കൈലാഷ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല. നമുക്ക് ചെന്ന് സംസാരിക്കാം. കൈലാഷ് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോയി ക്യാബിനിൽ ഇരുന്നോളൂ. മത്സരം കഴിഞ്ഞാ ഞാൻ വന്ന് വിളിക്കാം. ഇവിടെയാണെങ്കിൽ AC പോലും ഇല്ല. വെറുതെ ചൂട് സഹിച്ചിരിക്കണ്ടേ? എന്റെ സ്റ്റാഫുകൾക്ക് ദിവസം മുഴുവൻ ഈ ചൂട് സഹിക്കാമെങ്കിൽ എനിക്ക് കുറച്ചു നേരം സഹിക്കാവുന്നതേ ഉള്ളൂ. ഇവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജോലി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുവരുത്തണമല്ലോ. ഞാനിവിടെ ഇരിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കരുണാകരൻ? അയ്യോ, എനിക്ക് എന്താ പ്രശ്നം സാറേ? സാറ് ഈ കമ്പനിയുടെ മുതലാളിയല്ലേ? സാറിന് മുകളിലോ താഴെയോ സൈഡിലോ എവിടെ വേണമെങ്കിലും ഇരിക്കാലോ. താങ്ക് യു മോഹൻ. ഇനി ജോലി ആരംഭിക്കാൻ പറയും. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ എല്ലാരും തുടങ്ങിക്കോ. പറു, നീ ഓക്കെ അല്ലേ? കൈലാഷ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇനി പാർവതിയെ മാനസികമായി തകർക്കാൻ സാധിക്കില്ല. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ. നിഷ പാറുവിനേക്കാളോ അത്രമാത്രം മുന്നില്ല. പാർവതിയെ നിസ്സാരയായി കാണരുത്. മത്സരം തീരുന്നത് വരെ പാർവതി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവളെന്തീ കാണിക്കുന്നത്? പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അവള് വെറും മാസ് കാണിക്കാൻ വേണ്ടി ചെയ്യണം മാഡം. ഇതിലൊന്നും ഒരു കാര്യമില്ല. അവള് ജയിക്കാൻ പോണില്ലേ?